കള്ളന്റെ കഥ. മോഷണം ഒരു മോശമായ കാര്യമാണെന്ന് കൂട്ടുകാർക്ക് അറിയാവുന്നതാണല്ലോ. മറ്റൊരാളുടെ വസ്തു കട്ടെടുക്കുക എന്നത് ഒരു കുറ്റകൃത്യം തന്നെ, ദൈവം വിലക്കിയതും. എന്നാൽ ചില മോഷണ കഥകൾ കേട്ടാൽ നാം മൂക്കത്തെ വിരൽ വെച്ചു പോവും. അത്രയ്ക്ക് സമർത്ഥമായിട്ടായിരിക്കും കള്ളന്മാർ പണിയൊപ്പിച്ചിരിക്കുക. ബിരുദനായ ഒരു കള്ളനെ കുറിച്ച് ഒരു അറബിക്കഥയുണ്ട്. ഇതാ ആ കഥ. എത്ര നാളാണ് ഇങ്ങനെ മോഷണം നടത്തി ജീവിക്കുക? ഒന്ന് മിണ്ടാതിരിയടാ. എന്നാൽ ഇനി ഒന്നും മിണ്ടുന്നില്ല. എനിക്ക് പേടിയാവുന്നു. എല്ലാം ദൈവം കാണുന്നില്ലേ? എൻ്റെ പൊന്നു ചങ്ങാതി, ഇന്നത്തോടെ നിർത്തിയേക്കാം. നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നോക്ക്, വല്ലതും ഒത്ത് കിട്ടുമോന്ന്. ഒരാൾ ഒരു കഴുതയെയും കൊണ്ടുപോകുന്നു. വല്ലതും ചെയ്യാനാവുമോ? ആ കഴുതയെ ഞാൻ സ്വന്തമാക്കും. അത് നടന്നത് തന്നെ. നീ മിണ്ടാതിരി. ഇത് ഞാനാ പറയുന്നത്. പറയുന്നത് അനുസരിച്ചാൽ മാത്രം മതി. നീ ഒച്ച വെക്കരുത്. അങ്ങനെ രണ്ടുപേരും കഴുതക്കാരന്റെ പിറകെ പതുങ്ങി പതുങ്ങിപ്പോയി. എന്നിട്ട് കഴുതക്കാരൻ അറിയാതെ കഴുതയെ കഴുത്തിൽ നിന്നും കയറൂരിയെടുത്ത് കൂട്ടുകാരനെ ഏൽപ്പിച്ചു. വാ വാ, ഈ കഴുതയെയും കൊണ്ട് വേഗം സ്ഥലം വിട്ടോ. കഴുതക്കാരൻ കഴുതയുടെ സ്ഥാനത്ത് മനുഷ്യനെ കണ്ട് ആശ്ചര്യപ്പെട്ടു. ഇതെന്ത്? നിങ്ങൾ ആരാണ്? എന്റെ കഴുത എവിടെ? നിങ്ങൾ എങ്ങനെ എന്റെ കയറിൽ കുരുങ്ങി? എന്റെ കഴുത എവിടുന്നാ ചോദിച്ചത്? പ്രഭോ, ഞാൻ അങ്ങയുടെ കഴുത തന്നെയാണ്. ഒരു ശാപം മൂലമാണ് ഞാനൊരു കഴുതയായി തീർന്നത്. അക്കഥ കേൾക്കാൻ ദയവുണ്ടാവണം. പറയൂ, കേൾക്കട്ടെ. നല്ലൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. കുട്ടിക്കാലം മുതൽ എല്ലാ ദുശീലങ്ങളും എനിക്കുണ്ടായിരുന്നു. ഒടുവിൽ സഹി കേട്ട് എൻ്റെ അമ്മ എന്നെ ശപിച്ചു. നീയൊരു കഴുതയായി പോട്ടേന്ന്. എത്രമാത്രം ക്രൂരമർദ്ദനങ്ങളാണ് എനിക്ക് അമ്മയിൽ നിന്നും ഏൽക്കേണ്ടി വന്നത്. അങ്ങനെ ഇരിക്കെയാണ് താങ്കൾക്ക് എന്നെ കിട്ടിയത്. എന്നിട്ട്? പ്രഭോ, ഇപ്പോൾ ഈ യാത്രയിലാണ് എനിക്ക് ശാപമോക്ഷം കിട്ടിയത്. ഞാൻ മനുഷ്യനായി തീർന്നതിൽ സന്തോഷമുണ്ട് പ്രഭോ. നന്ദി, ഒരുപാട് നന്ദി. സഹോദര, താങ്കൾ മനുഷ്യനാണ് എന്നറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഇത്ര കാലം താങ്കളെ മർദ്ദിക്കില്ലായിരുന്നു. മാപ്പ്. താങ്കൾക്കിനി പോകാം. ഈ പണം കയ്യിലിരിക്കട്ടെ. പോയിക്കൊള്ളു സുഹൃത്തെ. കുട്ടികളെ, കഥ ഇവിടെ കഴിയുന്നില്ല. കഥയുടെ അന്ത്യം ഇങ്ങനെ. ഒരു ദിവസം കഴുതക്കാരൻ മറ്റൊരു കഴുതയെ വാങ്ങാനായി ചന്തയിൽ പോയി. നമ്മുടെ കഴുതക്കാരൻ കഴുതകളെ നോക്കുകയാണ്. പെട്ടെന്നാണത് ശ്രദ്ധയിൽപ്പെട്ടത്. എന്റെ പഴയ കഴുത ഇതാ നിൽക്കുന്നു. കഴുതക്കാരൻ അത്ഭുതപ്പെട്ടു. എന്തുപറ്റി? മദ്യപിച്ച് പിന്നെയും അമ്മയുടെ അടുത്ത് പോയി കാണുമല്ലേ? നീ അനുഭവത്തിൽ നിന്നും പാഠം പഠിക്കുന്നില്ലെങ്കിൽ എന്താ ചെയ്യ? എന്തായാലും എനിക്കിനി നിന്നെ വേണ്ട.